എല്ലാവർക്കും നമസ്കാരം. പ്രിയ കുട്ടികളെ, ഞാൻ ഈ വീഡിയോ പരമ്പരയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിൽ നിന്നുള്ള പാഠഭാഗങ്ങളാണ്. പൊതുപരീക്ഷയായ HSC മാർച്ച്, HSC ഇംപ്രൂവ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ എഴുതാൻ സഹായിക്കുന്ന ടിപ്സ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോ അധ്യായവും അതിലെ കണ്ടന്റും വളരെ ചുരുക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തുടർന്നും പരീക്ഷാ സഹായിയാകാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. How many pigments are involved in photosynthesis? A chromatographic separation of leaf pigment shows that different types of pigments in leaves. അതായത് നമ്മൾ ക്രോമാറ്റോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ 4 പ്രധാനപ്പെട്ട പിഗ്മെൻറ്റ്സ് ആണ് കാണുന്നത്. ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്നത് ക്ലോറോഫിൽ ബി, പിന്നെ ക്ലോറോഫിൽ എ, ദെൻ സാന്തോഫിൽ, കരോട്ടിൻ. ഈ ക്ലോറോഫിൽ ബിയുടെ കളർ യെല്ലോ ഗ്രീൻ, ക്ലോറോഫിൽ എയുടെ കളർ ബ്ലൂ ഗ്രീൻ, സാന്തോഫിലിൻ്റെ കളർ യെല്ലോ, കരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. ഇങ്ങനെയാണ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസിൻ്റെ സെപ്പറേഷൻ, അതിൻ്റെ കളർ. ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. വേവ് ലെങ്ത്സ് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് ബൈ പിഗ്മെൻറ്റ്സ്. Actually, chlorophyll pigments absorb light at a specific wavelength of blue and red regions, while carotenoids absorb blue and green wavelength. നേരത്തെ പറഞ്ഞ ക്ലോറോഫിൽ എയും ബിയും വിസിബിൾ സ്പെക്ട്രത്തിലെ ബ്ലൂവും റെഡും റീജിയനിൽ അല്ലെങ്കിൽ ആ വേവ് ലെങ്ത്തിനെയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ കരോട്ടിനോയിഡ്സ് ബ്ലൂവും ഗ്രീനും വേവ് ലെങ്ത്തിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ക്ലോറോഫിൽ ഈസ് ദ മേജർ പിഗ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ട്രാപ്പിംഗ് ലൈറ്റ്. അപ്പോൾ ക്ലോറോഫിലയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് എനർജി ട്രാപ്പ് ചെയ്യുന്നത്. അതർ തൈലാക്കോയ്ഡ് പിഗ്മെൻറ്റ്സ് ലൈക്ക് ക്ലോറോഫിൽ ബി, സാന്തോഫിൽസ് ആൻഡ് കരോട്ടിനോയിഡ്സ് വിച്ച് ആർ കോൾഡ് ആക്സസറി പിഗ്മെൻറ്റ്സ്. ദേ ക്യാൻ അബ്സോർബ് ലൈറ്റ് and transfer the energy to chlorophyll A, but also protect chlorophyll A from photooxidation. ശരിക്കും ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് റിയാക്ഷൻ സെൻറ്റർ മെയിൻ പിഗ്മെൻറ്റ്. മറ്റുള്ള പിഗ്മെൻറ്റ്സ് എല്ലാം ലൈറ്റ് എനർജി വലിച്ചെടുത്ത് ക്ലോറോഫിൽ എക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതർ പിഗ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ അവരെന്ത് ചെയ്യുന്നു? ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് ക്ലോറോഫിൽ എനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് ക്ലോറോഫിൽ എനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ക്ലോറോഫിൽ മോളിക്യൂൾസിൻ്റെ ഡിസ്ട്രക്ഷനിൽ നിന്ന് തടയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നൊരു വസ്തുത. സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. വെയർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ്? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ലീവ്സ് ദാറ്റ് കണ്ടെയ്ൻ ഗ്രാന, സ്ട്രോമ ലെമല്ല, സ്ട്രോമ എക്സെട്ര. നമുക്കറിയാലോ, ദ സീറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിന്തസിസ് പൂർത്തിയാകുന്നു. ഇനി പ്രധാനമായും 2 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ പ്രോസസ്സ് പൂർത്തിയാവുന്നത്. ആ 2 സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ്. എക്സാമിനേഷന് ക്ലോറോപ്ലാസ്റ്റിൽ വിട്ടുപോയ ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ സ്ട്രോമ ലേബൽ ചെയ്യാനും ഗ്രാന ലേബൽ ചെയ്യാനും അല്ലെങ്കിൽ തൈലാക്കോയ്ഡ് ലേബൽ ചെയ്യാനും സ്റ്റാർച്ച് ഗ്രെയിൻസ്, സ്ട്രോമ ലെമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന പഠിച്ചു വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. ഹൗ ഡു ഇലക്ട്രോൺ ഫ്ലോ ഒക്കർ ത്രൂ ഇലക്ട്രോൺ കാരിയേഴ്സ്? നമുക്കറിയാലോ, ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായാണ് ഈ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ അല്ലെങ്കിൽ സെഡ് സ്കീം. പ്രധാനമായും വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഫോട്ടോളിസിസ് എന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇലക്ട്രോൺ ഫ്ലോ ഫ്രം PS2 ടു PS1 ത്രൂ ഇലക്ട്രോൺ കാരിയേഴ്സ്. ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ PS2ൽ നിന്ന് PS1ലേക്ക് ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ്, PS2ൻ്റെയും PS1ൻ്റെയും ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ് നിന്ന് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കമ്മിങ് ഔട്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. മാത്രമല്ല PS2ൻ്റെയും PS1ൻ്റെയും ഇടയിൽ ATP പ്രൊഡക്ഷൻ നടക്കുന്നതായി കാണാം. അതുപോലെ അറ്റ് ദ എൻഡ് ഓഫ് PS1 കഴിയുന്നതോടുകൂടി NADPH മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എനർജി റിച്ച് മോളിക്യൂൾസാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ATPയും NADPHും. അതുപോലെ ഈ റിയാക്ഷൻ്റെ ഫോട്ടോളിസിസ് എന്ന റിയാക്ഷൻ്റെ ബൈ പ്രൊഡക്റ്റായി ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് അപ്ഹിൽ ഡൗൺ ഹിൽ എന്ന മാനറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സെഡ് സ്കീം എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാലോ, ഈ ലൈറ്റ് റിയാക്ഷൻ്റെ ഭാഗമായാണ് എനർജി റിച്ച് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എക്സാമിനേഷന് ഇതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ ഫിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ഈ സെഡ് സ്കീമിലുള്ള ഇലക്ട്രോൺ ഫ്ലോ കാണിക്കാൻ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വയ്ക്കുക. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. It is the ATP synthesis linked to the development of proton gradient across the membrane. അതായത് ലൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ലൂമനിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുകയും സ്ട്രോമയിൽ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കുറയുകയും, ഈ വ്യത്യാസം പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ്, അങ്ങനെ കൂടുതലുള്ള പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ലൂമിൽ നിന്ന് F0 F1 എന്ന ചാനൽ വഴിക്ക് പ്രോട്ടോൺസ് സ്ട്രോമ സൈഡിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് ATP സിന്തസിസ് നടക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ലൂമൻ ഭാഗത്ത് പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾ takes place in the inner side of membrane. The protons accumulate within the lumen of the thylakoid. വാട്ടർ സ്പ്ലിറ്റിങ്ങിലൂടെ ഉണ്ടാകുന്ന പ്രോട്ടോൺസ് ഒരു കാരണം. രണ്ടാമത്തേത്, ആസ് ഇലക്ട്രോൺ മൂവ് ത്രൂ ദ ഫോട്ടോ സിസ്റ്റംസ്, പ്രോട്ടോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് അക്രോസ് ദ മെംബ്രെയിൻ, മൂവ്സ് ഇൻ ടു ദ ലൂമൻ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ഇലക്ട്രോൺ ട്രാവലിംഗ്, ഇലക്ട്രോൺ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ പ്രോട്ടോൺസ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. മറ്റൊന്ന്, ദ NADP reductase enzyme is located on the stroma side of the membrane. Along with electrons that come from the acceptor of electrons of PS1, protons are necessary for the reduction of NADP to NADPH. These protons are also removed from stroma. അങ്ങനെ NADPHലുള്ള പ്രോട്ടോൺസും ഇവിടേക്ക് എത്തുകയാണ്, ലൂമൻ സൈഡിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ 3 രീതിയിലും പ്രോട്ടോൺസ് ലൂമൻ സൈഡിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രോട്ടോൺ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇതിൻ്റെ ഭാഗമായി കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് F0 F1 ചാനൽ വഴിക്ക് പ്രോട്ടോൺസ് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെ ATP സിന്തസിസ് നടക്കുന്നു. ATP സിന്തേസ് എന്ന എൻസൈം ഇതിൽ പ്രസക്തമാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ ബ്രീഫായി ഒന്ന് പഠിക്കേണ്ടതാണ്. ഇതിൽ മിക്കവാറും ചോദ്യം വരാറുള്ളത് ചിലപ്പോൾ PS2, ചിലപ്പോൾ PS1, ATP സിന്തേസ് ഇതൊക്കെ വിട്ട് കളഞ്ഞ് അവിടെ ABCD എന്നൊക്കെ കൊടുത്ത്
ഫിൽ ചെയ്യാനായിട്ടാണ് ചോദിക്കാറ്. അതുപോലെ NADP, NADPH ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ചിത്രം നന്നായി പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നന്നായിട്ട് നോക്കുക. C3 pathway അല്ലെങ്കിൽ കാൽവിൻ സൈക്കിൾ. ഇറ്റ് ഇൻവോൾവ്സ് 3 stages. ഫസ്റ്റ് കാർബോക്സിലേഷൻ, സെക്കൻഡ് റിഡക്ഷൻ, തേർഡ് റീജനറേഷൻ. ഈ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് കാൽവിൻ സൈക്കിളിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ കാൽവിൻ സൈക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹു ഡിസ്കവേർഡ് കാൽവിൻ സൈക്കിൾ? അവിടെ മെൽവിൻ കാൽവിൻ, വിച്ച് ഈസ് ദ പ്രൈമറി CO2 acceptor, RUBP എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് 3PGA. അതുപോലെ കാർബണാറ്റം നമ്പർ ഇൻ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ്, RUBP 5 കാർബണാറ്റം, PGA 3 കാർബണാറ്റം, ട്രയോസ്ഫോസ്ഫേറ്റ് 3 കാർബണാറ്റം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡാർക്ക് റിയാക്ഷൻ്റെ ഭാഗമായാണ് C3 സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ C3 സൈക്കിളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിലെ ഈ പ്രധാനപ്പെട്ട ഡാർക്ക് റിയാക്ഷനിൽ ATPയും NADPH മോളിക്യൂൾസും യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ C3 സൈക്കിളിലൂടെയാണ് ഫുഡ് പ്രൊഡക്ഷൻ സാധ്യമാകുന്നത്. ടെമ്പറേറ്റ് പ്ലാന്റ്സിലാണ് മിക്കവാറും C3 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ് റുബിസ്കോ. ഇറ്റ് ആക്ട് ആസ് ബോത്ത് കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്, ബട്ട് ഡ്യൂറിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഇറ്റ് ആക്ട് ആസ് കാർബോക്സിലേസ്. 6 സൈക്കിളാണ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് വരുന്നത്. 6 സൈക്കിള്, 6 ടേംസ് ഓഫ് സൈക്കിൾസ് ആർ റിക്വയർഡ് ഫോർ ദ ജനറേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ്. അങ്ങനെയാണെങ്കിൽ എത്ര ATPയും NADPHും ഇതിനാവശ്യമായിട്ട് വരുന്നു? 18 ATPയും 12 NADPHുമാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. മാത്രമല്ല ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നത് കൊണ്ട് C3 സൈക്കിൾ C4 സൈക്കിളിൻ്റേതുപോലെ അത്ര എഫിഷ്യൻ്റായി കാണുന്നില്ല എന്നുള്ളതും ഇതിലൊരു വസ്തുതയാണ്. അപ്പോൾ C3 സൈക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. C4 pathway. Who discovered it? Hatch and Slack. Hence it is called Hatch and Slack pathway, and the first stable product formed is 4 carbon compound. നമ്മൾ C4 പാത്വേനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ മുഖ്യമായും അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ PEP 3 കാർബണാറ്റമുള്ള കോമ്പൗണ്ട്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓക്സലോ അസറ്റിക് ആസിഡ് 4 കാർബണാറ്റമുള്ള കോമ്പൗണ്ട്. Plants that are adapted to dry tropical regions have C4 pathway. നമുക്കറിയാലോ, ട്രോപ്പിക്കൽ പ്ലാന്റ്സിലാണ് C4 pathway ഡാർക്ക് റിയാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. C4 plants have special type of leaf anatomy, that is Cran's anatomy. അപ്പോൾ Cran's anatomy എന്ന് പറയുമ്പോൾ large cells around the vascular bundles are centripetally arranged bundle sheath cells. Such anatomy is called Cran's anatomy. സ്പെഷ്യൽ ടൈപ്പ് ലീഫ് അനാട്ടമി ആണ്. ഇപ്പം മെയ്സ്, സോർഗം, ഷുഗർ കെയിൻ പോലുള്ള പ്ലാന്റ്സിലാണ് ഇത്തരത്തിലുള്ള ക്രാൻസ് അനാട്ടമി കാണിക്കുന്നത്. റീത്ത് ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിങ് ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. മറ്റൊരു കാര്യം, they can tolerate high temperature conditions. മാത്രമല്ല they lack the process called photorespiration and have greater productivity of biomass. അപ്പോൾ ഇത്തരം പ്ലാന്റ്സിന് ഫോട്ടോറെസ്പിറേഷൻ എന്ന് പറയുന്ന വേസ്റ്റ്ഫുൾ പ്രോസസ്സേ നടക്കുന്നില്ല. അത് C3 പ്ലാന്റ്സിൽ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ C4 plants are photosynthetically efficient than C3 plants. മറ്റൊരു കാര്യം നമുക്കിതിൽ കാണാനായിട്ടുള്ളത്, പ്രൈമറി CO2 ഫിക്സേഷൻ എന്ന് പറയുന്നത് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിലും
സെക്കൻഡറി CO2 ഫിക്സേഷൻ എന്ന് പറയുന്നത് ബണ്ടിൽ ഷീറ്റിലുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രാസെല്ലുലാർ CO2 കോൺസെൻട്രേഷൻ ഹൈ ഇൻ ബണ്ടിൽ ഷീറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ബണ്ടിൽ ഷീറ്റിൽ കൂടുകയാണ്. അതുകൊണ്ട് അവിടെ റുബിസ്കോ കാർബോക്സിലേഷൻ ആക്ടിവിറ്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ റെസ്പിറേഷനുള്ള സാധ്യത വളരെ കുറവാണ്. ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിൽ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സലോസെറ്റിക് ആസിഡ്, അതുപോലെ മാലിക് ആസിഡ്, പൈറുവിക് ആസിഡ്, ഇങ്ങനെ പല കോമ്പൗണ്ടുകളും വരുന്നുണ്ട്. അവയുടെ കാർബണാറ്റം നമ്പർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ മാലിക് ആസിഡ് ആണെങ്കിലും ഓക്സലോസെറ്റിക് ആസിഡ് ആണെങ്കിലും ആസ്പാർട്ടിക് ആസിഡ് ആണെങ്കിലും 4 കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആണെങ്കിലും പൈറുവിക് ആസിഡ് ആണെങ്കിലും 3 കാർബണാറ്റമുള്ള കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ആദ്യം റിയാക്ഷൻ നടക്കുന്നത് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിലാണ്, തുടർന്ന് ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റിലും. അങ്ങനെ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റിലാണെന്ന് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഒരു C4 സൈക്കിളിലാണെങ്കിൽ കൂടി C3 സൈക്കിൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ C3 സൈക്കിൾ കാണുന്നത് ബണ്ടിൽ ഷീറ്റിലാണെന്ന് മാത്രം. അപ്പോൾ 2 ടൈപ്പ് ക്ലോറോപ്ലാസ്റ്റാണ് C4 പാത്വേയിൽ വരുന്നത്. മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റും ബണ്ടിൽ ഷീറ്റ് ക്ലോറോപ്ലാസ്റ്റുമാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ സൈക്കിൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതിലെ വിട്ടുപോയത് പൂരിപ്പിക്കാനായിട്ട് ഉണ്ടാകും, അതും ശ്രദ്ധിക്കണം. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട എൻസൈമാണ് പെപ്കോ, ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് അല്ലെങ്കിൽ PEP കേസ് എന്ന് പറയും. നമ്മൾ C3 പാത്വേയിൽ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമാണ് കണ്ടിരുന്നത്. ഇവിടെ വരുന്ന എൻസൈം പെപ്കോയാണ് പ്രൈമറി CO2 ഫിക്സേഷന് ആവശ്യമായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യതയോടെ പഠിച്ച് വെക്കേണ്ടത്. ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് കാണുന്നത്. ഒരു കെമിക്കൽ പ്രോസസ്സിന് ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ആവശ്യമായി വരുമ്പോൾ എല്ലാ ഫാക്ടേഴ്സും ആവശ്യത്തിന് ഉണ്ടായിരിക്കെ ഒരു ഫാക്ടർ മാത്രം കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, അത് ആ റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ഗ്രീൻ ലീഫ് the light and CO2 conditions are optimum, but the plant not photosynthesize if the temperature is very low. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റും ആവശ്യത്തിനുണ്ടായിരിക്കെ ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെ അത് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇതാണ് ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടറായി ഇവിടെ പറയുന്നത് ടെമ്പറേച്ചറാണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം. ഫോട്ടോ റെസ്പിറേഷൻ C3 പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വേസ്റ്റ്ഫുൾ പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫോട്ടോ റെസ്പിറേഷനിൽ നടക്കുന്നത്? യഥാർത്ഥത്തിൽ RUBP combines with oxygen to form one molecule of PGA, phosphoglyceric acid, and phosphoglycolate, and large quantity of carbon dioxide is released. ഇവിടെ ഫോട്ടോ റെസ്പിറേഷൻ്റെ ഭാഗമായി റുബിസ്കോ എന്ന എൻസൈം ഓക്സിജനൈസ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. റുബിസ്കോ എന്ന എൻസൈം C3 പ്ലാന്റ്സിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കാർബോക്സിലേസ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ
ഫോട്ടോ റെസ്പിറേഷനിൽ ഓക്സിജനൈസ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെ ഫോട്ടോസിന്തറ്റിക് ഈൽഡ് കുറയുന്ന ഒരു പ്രക്രിയയാണ്. ഇൻ ദിസ് പ്രോസസ് യൂട്ടിലൈസ് ATP but neither synthesis of sugars nor ATP. Hence, photorespiration is a wasteful process. അതുകൊണ്ട് തന്നെയാണ് ഒരു റെസ്പിറേഷനിൽ ATP മോളിക്യൂൾസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫോട്ടോ റെസ്പിറേഷനിൽ ATP മോളിക്യൂൾസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണിത് ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സ് എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. Photosynthesis is influenced by several factors, both internal plant factors and external. ഇവിടെ പ്ലാന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ്, മീസോഫിൽ സെൽസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്, internal carbon dioxide concentration and amount of chlorophyll, ഇത്രയുമാണ്. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആൻഡ് വാട്ടർ, ഇത്രയുമാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഫോട്ടോസിന്തസിസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് കണ്ടു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പഠിച്ചു വയ്ക്കുക. ഞങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.